ഹരേ കൃഷ്ണ, ജയ ശ്രീ, രാധേ രാധേ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടാത്തത്. ചെറിയൊരു തിരക്കിലൊക്കെ പെട്ടുപോയി, അങ്ങനെ ഇടാൻ വൈകിയതാ. എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മന്ത്രത്തിൻ്റെ അർത്ഥമായിട്ടാണ്. കുറേ ദിവസമായില്ലേ മന്ത്രത്തിൻ്റെ അർത്ഥമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്നാൽ ഒരു തുടക്കം പോലെ, കുറേ ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഒരു തുടക്കം പോലെ ഒരു മന്ത്രം, വളരെ പ്രാധാന്യമേറിയ മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ നിങ്ങളുടെ മുന്നിൽ അർത്ഥസഹിതം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായത്രി മന്ത്രം ചൊല്ലിയാലുള്ള ആ ഒരു ശക്തി, അതുപോലെ ആ ഒരു ഊർജം എന്നൊക്കെ പറയുന്നത് വളരെ അധികമാണ്. പലരും ചൊല്ലുന്നവരുണ്ടാവും, ഇനി ചൊല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം 3 പ്രാവശ്യമെങ്കിലും രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ടൈമിൽ സൂര്യദേവനെ നോക്കി ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന്നഃ പ്രചോദയാത് ചൊല്ലുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി നമ്മൾ ചൊല്ലുമ്പോൾ അത് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ സമർപ്പിതമായിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും ദിവസം എപ്പോഴും എല്ലായ്പ്പോഴും എന്ത് ചൊല്ലണം? ഈ ഒരു ഗായത്രി മന്ത്രം സൂര്യദേവനെ ധ്യാനിച്ചുകൊണ്ട് സൂര്യദേവനെ നോക്കി രാവിലെ തന്നെ ചൊല്ലണം കേട്ടോ. ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ ചൊല്ലി തുടങ്ങണം. മിനിമം 3 പ്രാവശ്യം എന്നാണ് പറയുന്നത്. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ആവാം, അത്രയും നല്ലതാണ്, അത്രയും ഊർജം നമുക്ക് കിട്ടും. മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലണം. സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അല്ലേ? ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശക്തി, അല്ലെങ്കിൽ നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പം തന്നെ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്. ആദിത്യസ്യ നമസ്കാര യേ കുർവന്തി ദിനേ ദിനേ ആയുർ പ്രജ്ഞാബലം വീര്യം തേജസ്ത്വേഷം വഹാമ്യഹം. സൂര്യദേവന്റെ ആ ബലം നമ്മൾക്ക് നൽകണേ സൂര്യദേവ എന്നൊക്കെയാണ് ഈ സൂര്യ നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്ന ആ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മന്ത്രം ഓം ഭൂർഭുവസ്വഹ ഗായത്രി മന്ത്രം കൂടെ ചൊല്ലിയിട്ട് സൂര്യദേവനിൽ സമർപ്പിതമായിട്ട് പ്രാർത്ഥിക്കാം. ഇനി സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ മന്ത്രം ജപിച്ചാലും മതി, ഗായത്രി മന്ത്രം. അപ്പം ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക്